കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ക്ലോക്ക് ടവർ തകർന്ന് വീണിരിക്കുന്നത്. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് കെട്ടിടം തകർന്ന് വീണത്. സംഭവത്തിൽ നിലവിൽ ആർക്കും പരിക്കില്ല എന്നൊരു നിഗമനത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക വിവരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അടച്ചിട്ട ഒരു ട്രെയിൻ ആയിരുന്നു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നത്. യാത്രക്കാർ പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്തതിനാൽ വലിയൊരു ദുരന്തമാണ് വഴിമാറിപ്പോയത്. ഈ ക്ലോക്ക് ടവറിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ട് ഈ ഒരു അലംഭാവം ഉണ്ടായി എന്നതാണ് ഇനി ചോദ്യം ചെയ്യപ്പെടേണ്ടത്. എന്തായാലും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത്തരത്തിൽ ക്ലോക്ക് ടവറിന്റെ കെട്ടിടം ഭാഗികമായി തകർന്നു വീഴുന്ന സാഹചര്യം. നിലവിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് യാത്രക്കാരുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു പരിസര പ്രദേശത്തുള്ള ആളുകളെയൊക്കെ ആ സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ് പോലീസ്. കൂടാതെ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഈ ഒരു അവശിഷ്ടങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് നീക്കുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളിലേക്കാണ് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അതിനു മുമ്പ് തന്നെ ഈ കെട്ടിടത്തിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്ന ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും ഒരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധന അടക്കം നടന്നു വരികയാണ്. ഈ ഒരു കെട്ടിടത്തിന്റെ കാലപ്പഴക്കം തന്നെയാണ് ഈ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്തരത്തിൽ അപകടം ഉണ്ടാകാൻ അല്ലെങ്കിൽ ഇത് ഇടിഞ്ഞു വീഴാൻ ഇടയാക്കിയ സാഹചര്യം എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസും ഫയർഫോഴ്സും അടക്കം എത്തുന്നത്. ആന്റണി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എങ്ങനെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ആന്റണി, ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വീണ് കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റാനുള്ള നടപടികളിലേക്കായിരിക്കുമോ കടക്കുക, അതോ ഇനിയിപ്പോൾ നിലവിൽ ഭാഗികമായി തകർന്ന കെട്ടിടത്തിന്റെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് ഫയർഫോഴ്സ് അടക്കം കടക്കുകയുള്ളൂ? തീർച്ചയായും നിലവിൽ ആ കെട്ടിടം അവിടെ തകർന്ന് കിടക്കുകയാണ്. അവിടേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കം എത്തിയിട്ടുണ്ട്. ഏതായാലും കെട്ടിടം ഇപ്പോൾ നീക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നിലവിലില്ല. ഏതായാലും മുൻ മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് അടക്കം അവിടേക്ക് എത്തിയിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ റെയിൽവേക്കെതിരെ മുഹമ്മദ് റിയാസ് അടക്കം ഉന്നയിക്കുന്നത്. കാരണം ഈ കെട്ടിടത്തിൽ നേരത്തെ തന്നെ വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ്, വിള്ളൽ ഉണ്ടായിരുന്നതാണ്. എന്തുകൊണ്ട് എന്നിട്ട് അത് ഒരു പ്രിക്കോഷൻ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നടപടി എടുത്തില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ഈ ജനങ്ങൾ, ഈ യാത്രക്കാർ ട്രെയിൻ കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായും അത്തരത്തിൽ അപകടാവസ്ഥയിലുള്ളൊരു കെട്ടിടമാണെങ്കിൽ എന്തിന് അവിടെ ആളുകളെ പ്രവേശിപ്പിച്ചു, അല്ലെങ്കിൽ അത് ആളുകളെ മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മുഹമ്മദ് റിയാസ് പറഞ്ഞത് അനുസരിച്ച്. ഏതായാലും വലിയൊരു വീഴ്ച റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വിള്ളൽ നേരത്തെ കണ്ടെത്തിയ ഒരു കെട്ടിടമാണ് ഈ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 150 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് ഈ ക്ലോക്ക് ടവറിന്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ചതാണ് ഈ ക്ലോക്ക് ടവർ, റെയിൽവേ സ്റ്റേഷൻ സ്ഥാപിക്കുന്ന കാലത്ത്. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. അതിന് ബലക്ഷയമുണ്ട്, അതിൽ വിള്ളലുണ്ട് എന്നുള്ളത് കണ്ടെത്തിയതാണ്. പക്ഷേ അത് വേണ്ട നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഏതായാലും തലനാരിടയ്ക്ക് അല്ലെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കേണ്ടതാണ്. കാരണം യാത്രക്കാർ ഒരുപാട് കടന്നു പോകുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഈ പ്ലാറ്റ്ഫോമിലും പ്രധാനപ്പെട്ട ട്രെയിനുകളെല്ലാം നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഈ ട്രെയിൻ 2:05 പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ട്രെയിനാണ്. ആ ഘട്ടത്തിൽ ആ ട്രെയിൻ പുറപ്പെടുന്ന സമയത്താണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നതെങ്കിൽ അതിന് തൊട്ട് മുമ്പാണെങ്കിൽ പോലും അവിടെ യാത്രക്കാരടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാകും. ഇപ്പോൾ ഒരു തലനാരിടയ്ക്ക് ഒരു വൻ ദുരന്തം ഒഴിവായി പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ കഴിയും. പക്ഷേ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് അവിടെ സ്ഥലം സന്ദർശിച്ച MLA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നേരത്തെ അവിടെ ചില ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെല്ലാം ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് കണ്ട് ഓടി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ സമയത്ത് ആ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ ഈ അപകടത്തിൻ്റെ ഒരു തോത് കുറച്ചത് എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏതായാലും ഈ പറയുന്ന
റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം, അതായത് ആ ക്ലോക്ക് ടവർ വിള്ളലുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു റെയിൽവേക്ക്. അത് പൊളിച്ചു മാറ്റാനുള്ള നടപടികളുടെ ഭാഗമായി സ്വീകരിച്ചിരുന്നു. പക്ഷേ ഈ കെട്ടിടത്തിൻ്റെ കാര്യത്തിൽ ഒരു മുൻകരുതൽ നടപടി ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ കെട്ടിടം ഇടിഞ്ഞ് ഈ ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗം താഴേക്ക് പോരുന്നത്. ഏതാണ്ടും ഇനിയിപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് അവിടെ ഉള്ളത്. അത് ചുടുകട്ട കൊണ്ട് നിർമ്മിച്ച പഴയ കാലത്ത് നിർമ്മിച്ച ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം മുഴുവനായി പോയിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ മറുഭാഗം കൂടിയുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത് റെയിൽവേ തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും വലിയൊരു അപകടം, പ്രത്യേകിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് നിരവധി യാത്രക്കാർ കടന്നു പോകുന്ന മലബാറിൻ്റെ യാത്രയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം കൂടിയാണ് കോഴിക്കോട് എന്ന് പറയുന്നത്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ഭാഗത്ത് ആ ആളുകൾ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഈ മലബാർ സൈഡിൽ, ഈ കണ്ണൂർ ആ സൈഡിലേക്കൊക്കെ പോകാനുള്ള യാത്രക്കാർ കൂടുതലും നിൽക്കുന്നത് ആ ഭാഗത്താണ്. അവിടെ നിന്നാണ് ട്രെയിനുകൾ കൂടുതലും പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ വൈകുന്നേരം ആകുമ്പോഴൊക്കെ തിരക്ക് ഉണ്ടാകേണ്ട ഒരു സമയമാണ്. ഏതായാലും ഈ ഒരു സമയമായതിനാൽ യാത്രക്കാർ ആ പ്ലാറ്റ്ഫോമിൽ ഇല്ലാതിരുന്നതിനാൽ, ആ ഭാഗത്തില്ലാതിരുന്നതിനാൽ മാത്രമാണ് അപകടം ഒഴിവായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കണ്ണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അത് 2:05 പുറപ്പെടേണ്ടത്. ആ ഘട്ടത്തിൽ ആയിരുന്നെങ്കിൽ ആ അപകടത്തിൻ്റെ വ്യാപ്തി വളരെ കൂടുതലാകുമായിരുന്നു. ഏതായാലും ആ ട്രെയിനിലേക്ക് അത് മേൽക്കൂരയുടെ ഒരു ഭാഗം മാത്രമാണ് നിലവിൽ പതിച്ചിട്ടുള്ളത്. കെട്ടിടാവശിഷ്ടങ്ങൾ ട്രെയിനിൻ്റെ മുകളിലേക്കോ മറ്റോ വീണിട്ടില്ല. പക്ഷേ ആ മേൽക്കൂരയുടെ ഒരു ഭാഗം ട്രെയിനിന് മുകളിലേക്ക് വന്ന് ചാഞ്ഞ് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയും ചെയ്യും. ഏതായാലും ആ ട്രെയിനിലേക്കിൻ്റെ ഭാഗത്തേക്ക് ഈ കെട്ടിടത്തിൻ്റെ മണ്ണും കല്ലുമൊക്കെ വന്ന് വീഴുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും മറ്റ് ആരും അതിൻ്റെ ഉള്ളിലില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ആരും ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഈ കെട്ടിടം വീഴുന്നത് കണ്ട് അവിടെ ചില ജീവനക്കാരുണ്ടായിരുന്നു. അവരപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി മാറുകയും ചെയ്തു. വലിയൊരു ദുരന്തം തന്നെയാണ് വഴിമാറിപ്പോയത്. റെയിൽവേ സ്റ്റേഷനിലെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇത്തരത്തിൽ കാലപ്പഴക്കം ചെന്ന ക്ലോക്ക് ടവറിന്റെ കെട്ടിടം ഭാഗികമായി തകർന്ന് വീഴുന്നത്. ആ സമയത്ത് യാത്രക്കാരോ മറ്റ് ജീവനക്കാരോ ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായി പോയത്. ചില ജീവനക്കാർ അത്തരത്തിൽ കെട്ടിടം തകർന്ന് വീഴുന്നത് കണ്ട് ഓടി മാറിയതിനാൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചില്ല. എന്നാലും 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ കെട്ടിടം തകർന്ന് വീണിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനി കോഴിക്കോട് വഴിയുള്ള ട്രെയിൻ സർവീസുകളൊക്കെ താമസിക്കാനുള്ള ഇടയാക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായേക്കാം.